ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ശബരിമല സ്ഥിതി ചെയ്യുന്ന റാന്നി താലൂക്കിലെ ഒരു കൊടും കാട്ടിലേക്കാണ്. ഇങ്ങനെയൊരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് തന്നെ പത്തനംതിട്ട ജില്ലയിൽ കുറച്ച് പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ. കാരണം ഈ റോഡ് വന്നിട്ട് തന്നെ ഏകദേശം 2 വർഷമേ ആവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി ഒരു വീഡിയോയും യൂട്യൂബിലില്ല. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. കാരണം ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് ഒരു കൊടും കാട്ടിലേക്കാണ്. കുറച്ച് ഓവറാണില്ലേ? ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഗായ്സ്, ഞാൻ എവിടെ പോകാൻ ഇറങ്ങിയാലും വഴക്കുണ്ടാക്കുന്ന ഒരാളുണ്ട്, എൻ്റെ ലോക്കി കുട്ടൻ. ലക്കി പോട്ടെ. മലയോര റാണി എന്നറിയപ്പെടുന്ന റാന്നി ടൗണിൽ നിന്നും വെറും 5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടുള്ള ദൂരം. രഞ്ജി പണിക്കർ ഓം ശാന്തി ഓശാനയിൽ പറയുന്ന പോലെ പച്ചപ്പും ഹരിതവും ഊഷ്മളതയും വേണമെങ്കിൽ നിങ്ങൾ റാന്നി ടൗണിൽ നിന്ന് 5 കിലോമീറ്റർ യാത്ര ചെയ്തേ പറ്റൂ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ എൻട്രി പോയിന്റിലെത്തി. അപ്പോൾ തന്നെ നമുക്ക് ആ പച്ചപ്പ് കാണാവുന്നതാണ്. വനം വൃത്തിയായിരിക്കാൻ വേണ്ടി അമിഗോസ് ക്ലബ്ബിലെ സുഹൃത്തുക്കൾ നാട്ടിയതാണ് ഈ ക്യാമറ. എൻ്റെ ക്ലബ്ബായതുകൊണ്ട് പറയാലോ കേട്ടോ, എല്ലാ പിള്ളേരും നല്ല അടിപൊളിയാണ്. ഇത് ഒരു ചെറിയ വഴിയാണ്. ഒരു സമയത്ത് ഒരു വാഹനത്തിന് മാത്രം പോകാനുള്ള രീതിയേ ഈ റോഡിനുള്ളൂ. എൻട്രി പോയിന്റിൽ തന്നെ ഈ റോഡിനെ പറ്റിയുള്ള മുഴുവൻ വിവരങ്ങളും, അത് സ്ഥാപിച്ച വർഷം, അതിന് എത്ര രൂപ ചിലവാക്കിയത്, ആര് വന്നതാണ്, ഇതിനെപ്പറ്റിയുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും ആർക്കും കേൾക്കാൻ താല്പര്യമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് വനത്തിലേക്ക് പോവാം. ഉള്ളിലേക്ക് ചെല്ലും തോറും ഇരുട്ട് കൂടിക്കൂടി വരുന്നു. മരങ്ങളാൽ ആകാശം മൂടപ്പെട്ടിരിക്കുന്നു. ഞാനെന്ത് ബൈബിൾ വായിക്കുന്നു? ശേഷം മൈച്ചള. ഉള്ളിലോട്ട് കയറും തോറും ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പൊതുവെ ഇവിടെ ഇപ്പോൾ ആരൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ കുറച്ച് ബൈക്ക് റൈഡേഴ്സ് ഫോട്ടോ എടുക്കാൻ വേണ്ടി വരും. പിന്നെ മെയിൻ ആൾക്കാരെന്ന് പറയുന്നത് കല്യാണ ഫോട്ടോഗ്രാഫിയാണ്. ദോ ഒരു ഹട്ട് കണ്ടോ? അതിവിടുത്തെ ഫോറസ്റ്റ് വാച്ചർമാർ നിർമ്മിച്ചതാണ്. എങ്ങനെയുണ്ട്? കാണാൻ നല്ല രസമില്ലേ? രസം കൂടിപ്പോയി അതിനകത്ത് ഇരിക്കാൻ പോവുകയാണെങ്കിൽ അതൊടിഞ്ഞ് തലയിൽ വീണാൽ കമ്പനിക്ക് ഉത്തരവാദിത്തമില്ല, നേരത്തെ പറഞ്ഞേക്കാം. പേടിക്കണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞത്. അത് അവരുടെ കുഴപ്പമല്ല, മഴ പെയ്ത് പോയതാണ്. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ എന്ത് പീസ്ഫുള്ളാണെന്നറിയോ? ഒരു സൗണ്ടില്ല, ഒരു ഒച്ചയില്ല, നല്ല ഫ്രഷ് എയർ മാത്രം. ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. പക്ഷേ എന്നും പറഞ്ഞ് നിങ്ങളിവിടെ നിൽക്കാൻ ആ ഭാവമെങ്കിൽ ഇതിനകത്ത് മുള്ളംപന്നിയുണ്ട്. അത് വന്നൊന്ന് ചീറ്റിക്കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങൾക്ക് ചായ അരിക്കുന്ന അരിപ്പയായിട്ട് വീട്ടിൽ പോവാം. ഇതിനുള്ളിൽ ഇനിയും ഒരുപാട് വഴികളുണ്ട്, പക്ഷേ അതൊന്നും ആർക്കും അറിയത്തില്ല. ഇവിടുന്ന് പെട്ടെന്ന് ചുങ്കപ്പാറയ്ക്കും ഇവിടുന്ന് തൃക്കോമലയ്ക്കും പോകാനുള്ള ഒരു കുരിശെന്ന് പറയുന്ന ഒരു ജംഗ്ഷനാണ് നമ്മളിപ്പോൾ എത്തുന്നത്. ഇത് ഈ വഴി കണ്ടോ? ഈ വഴി പോയാൽ ഒരു അടാറ് സൺറൈസ് വ്യൂ പോയിൻ്റ് ഉണ്ട്. നാഗപ്പാറ എന്നാണ് പറയുന്നത്. പക്ഷേ ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് കുറച്ച് പേടിയുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ആനയൊന്നും ഇതുവരെ ഇവിടെ ആരും കണ്ടിട്ടില്ല. പിന്നെ ആകെയുള്ളത് പന്നിയും കുറച്ച് കാട്ടുകോഴി, പിന്നെ കുരങ്ങന്മാർ ഇഷ്ടംപോലെ പേരുണ്ട്. പിന്നുള്ളതാണ് ഈ മുള്ളംപന്നി മാത്രമേ എനിക്ക് കുറച്ച് ഡേഞ്ചറസ് ആയിട്ട് തോന്നുന്നുള്ളൂ. മഴ പെയ്ത് കിടക്കുന്ന സമയത്താണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ഫുൾ കോട മൂടി നിൽക്കും. അതൊരു വേറെ തന്നെ ഫീലാണ് ഗൈസ്. ഇങ്ങോട്ട് വരാൻ പ്രത്യേകിച്ച് പെർമിറ്റോ എൻട്രി ടിക്കറ്റ്സോ ഒന്നുമില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 4 മണി സമയത്ത് ഫ്രണ്ട്സുമായിട്ടോ ഫാമിലിയുമായിട്ടോ ഇതുവഴി ഒന്ന് പോകുമ്പോൾ കിട്ടുന്ന ഒരു വൈബ്. ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഈ റോഡ് കാണാൻ പറ്റത്തില്ല. കാരണം ഗൂഗിൾ മാപ്പിൽ ഇപ്പോഴും ഇത് വനമായിട്ടാണ് തന്നെയാണ് കിടക്കുന്നത്. ഇതുവഴി ഒരു റോഡ് വന്നത് അതിനകത്ത് ഇതുവരെ അപ്ഡേറ്റഡ് ആയിട്ടില്ല. കുറച്ച് നേരമായി ഞാൻ ഈ മരം നോക്കുകയായിരുന്നു. ഇത് വള്ളിയാണോ മരമാണോ എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. എനിക്കിവിടെ ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ചൂട് വെയിലത്ത് നമ്മൾ മെയിൻ റോഡിൽ കൂടി ഓടി വന്ന് ഇതിനകത്തോട്ട് കയറുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ, അത് വേറൊരു ഫീല് തന്നെയാണ്. ഇങ്ങോട്ട് വരാൻ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ കയറി മണ്ണാർത്തല കുളക്കുറ്റി റോഡെന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി. അത് നിങ്ങളെ ഇതിൻ്റെ എൻട്രി പോയിൻ്റ് അവിടെ കൊണ്ടെത്തിക്കും. അവിടുന്ന് നേരെയുള്ള ഇൻ്റർലോക്ക് ഇട്ട റോഡ് വഴി നിങ്ങൾ പോന്നാൽ മാത്രം മതി. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇല്ല.
ഓക്കെ ഗായ്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, ഷെയർ കൂടെ ചെയ്തു കേട്ടോ. ആരെങ്കിലുമൊക്കെ കാണട്ടെ, കൂട്ടുകാരുടെ കൂടെ പോകണ്ടേ. ഓക്കെ ഗായ്സ്, ഇനിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ.